സോ നമ്മൾ ഗോപ്രോയിലേക്ക് ഇന്ന് ഇൻസ്റ്റ 360ലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. എംടോ പോലെ ഡൗൺ ഹില്ല് ഫുൾ സ്പ്രിന്റ് കേട്ടോ. നിന്നോടാ നമ്മൾ വ്യൂ പോയിന്റിൻ്റെ അവിടെ നിന്ന് പയ്യെ തിരിച്ച് ഇനി ഫുള്ള് ഡൗൺ ഹില്ലാണ്. അല്ല ബ്രോ, ബോട്ടം വരെ ഡൗൺ ഹില്ലല്ലേ? അതെ, ബോട്ടം വരെ ഡൗൺ ഹില്ലാണ്. അപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റ 360 എങ്ങനെയുണ്ടെന്ന് ഒന്നുകൂടി ഒരു ഇത് നോക്കാന്ന് കരുതിയിട്ടാ. മോനെ വൈപ്പ് സ്ഥലം കേട്ടോ. ബ്രോ ക്രിസിനെ വെട്ടിച്ച് പോണതായിരിക്കും ബെറ്റർ. ക്രിസിനെ വെട്ടിച്ച് പോണതായിരിക്കും ബെറ്റർ. ഓ, ഗിയർ ചേഞ്ച് ചെയ്തില്ലേ? ഗിയർ ചേഞ്ച് ആക്കിയില്ല. So downhill drop in we have full sprint. Yo bro, bermata ഇനി കുറച്ച് പ്ലെയിൻ ഇതാകുന്നുണ്ട് കേട്ടോ. അതെ, എൻ്റെ മോനെ സെറ്റല്ലേ? ആ ജമ്പ്, പക്ഷെ അത് കോൺഫിഡൻ്റ് ഇല്ല നമുക്ക്. ആ ഒരു കോൺഫിഡൻസ് ഇതിന് കിട്ടണില്ല. ഓ, അത് ജമ്പാ. മോനെ സീൻ. കൈ ഇതായിട്ടാ. ഏതാ? ആ, അത് ഇവിടെയാ. ഓ, എടുത്തൂല്ലേ? കിട്ടിയില്ല എനിക്ക്. ഓ, ആ ജമ്പുണ്ടാ ബേമട്ടാ. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സമയം കാലത്ത് 6 മണി. കേരളത്തിലത്തെ ആദ്യത്തെ MTB ട്രാക്കിൽ നമ്മൾ വീണ്ടും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ട്രാക്കിൽ നമ്മൾ റൈഡ് ചെയ്യാൻ പോകണം. ഇന്നലെ ലോക്കൽ ട്രാക്കിലൊക്കെയാണ് ഓടിച്ചത്. സോ ഇന്ന് നമ്മൾ എവിടെയാണുള്ളത്? സർക്യൂട്ട് വീൽസാണ്. വെക്കേഷനാണ് വരുന്നത്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സർക്യൂട്ട് വീൽസ് ചേമ്പ്രാട്ടാ. വെറുത്തായിരിക്കും. നിങ്ങൾക്ക് എന്താണ് മൗണ്ടൻ ബൈക്കിംഗ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഓഫ് റോഡിങ്, ആ ഒരു അഡ്രിനാലിൻ എന്താണ് സംഭവം കിട്ടണത്, അതിൽ കൂടെ ചെറിയൊരു ഐഡിയ കിട്ടാൻ ഇവിടെ സഹായിക്കും.
ശരിക്കും പെയ്ഡ് പ്രൊമോഷൻ അല്ല ഗൈസ്, ഉള്ളിൽ നിന്ന് താല്പര്യം, ഇങ്ങനത്തെ ഒരു സ്പോർട്സ് താല്പര്യമുള്ള കാരണം പറഞ്ഞതാണ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുത്തിരിക്കും. അപ്പോൾ ഇതാണ് മാറിൻ്റെ സെൻക്യൂരിൻ 1 നമ്മൾ കൊണ്ടുവന്നതാണ്. നമ്മുടെ ഒപ്പം ട്രക്ക് പ്രോ കാലിബർ ഉണ്ട്, ഹായ്, ആൻഡോ ഉണ്ട്. അതുപോലെ തന്നെ we have Christian. Hello. And from England. England in Christian ഉണ്ട്. So you are doing for the first time, right? First time mountain biking in India, yeah. Yeah, okay. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് കൊണ്ടുവന്നത്. ബ്രോ സെറ്റ് അല്ലേ? ഇൻസ്റ്റാ 360 ഒക്കെ വെച്ച് സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ട്രാക്ക് 3 കിലോമീറ്റർ അല്ലേ വരണേ? 3 കിലോമീറ്ററാണ് വരണത്. സോ ഇതാണ് സംഭവം കേട്ടോ. കേരളാസ് ഫസ്റ്റ് ഡിസൈൻ ആൻഡ് ബിൽറ്റ്. ആ ഡിസൈനിൻ്റെ ഇടയിലൊക്കെ ഞാനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഓർമ്മയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. സോ ലെറ്റ്സ് ഗോ. സോ ട്രാക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്ന് അങ്ങനെയാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ എൻട്രൻസ് ഇവിടെ നമ്മൾ ഫുൾ ഇതിൽ കുറച്ച് ക്ലൈംബ് ഉണ്ട്. അപ്പോൾ നമ്മൾ സീറ്റ് കയറ്റി വെച്ച് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. സൺറൈസ് 6:45 അപ്പോൾ ഇതിൻ്റെ മേലെ വന്നു കഴിഞ്ഞാൽ സൺറൈസ് കാണാൻ പറ്റും. സോ നല്ലൊരു ഓപ്ഷനാണ്. ഞങ്ങൾ പയ്യെ കയറ്റിക്കൊണ്ടിരിക്കണം. കാലത്ത് 6:45 അല്ല 6 മണി ആ ഒരു ടൈമിൽ. ഈ ഒരു 3 കിലോമീറ്ററാണ് ഈ ഒരു ട്രാക്ക് ഉള്ളത് കേട്ടോ. ആക്ച്വലി അങ്ങനെ വലിയ ട്രാക്കല്ല. 3 കിലോമീറ്റർ എല്ലാവർക്കും റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. ബിഗിനർ ഫ്രണ്ട്ലിയാണ്. നമ്മൾ എങ്ങനെ റൈഡ് ചെയ്യണോ എന്നനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് കേട്ടോ. അത്രേ ഉള്ളൂ. സോ കേരള ഗൈസ്. Yeah, be careful, yeah. Okay. On your right. കാരണം ഇംഗ്ലണ്ടുകാരൻ ആദ്യമായിട്ടാണ് മൗണ്ടൻ ബൈക്കിങ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ തന്നെ പോകാൻ വേണ്ടി പറഞ്ഞതാ. ഇവിടെ തൊട്ടാണ് കേട്ടോ. സൺറൈസ് നോക്കി എവിടെയാ സ്റ്റോപ്പ് ചെയ്യാ? അവിടെ താഴെ. ആ താഴെയാണ്. അത് ചെറിയൊരു ബേമായിരുന്നു കേട്ടോ. പൊടി ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ അതെ, അവിടെയാണ് ആ വ്യൂ പോയിന്റ് ഉള്ളത്. ആ ഇവിടെ ഒരു വ്യൂ പോയിന്റ് കാണാം കേട്ടോ. ഇവിടെ കുറച്ച് നേരം ചില്ലിങ് കൂടി വൈസ് സൺറൈസ് കാണണ്ട. എൻ്റെ മോനെ പൊളിച്ചില്ലേ വ്യൂ? നൈസ്. സോ നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? നൈസ് ആയിരുന്നില്ലേ? ഹായ് ഹായ് ഹായ്. ഇതാണ് ലൈക്ക് അതല്ലേ ചാമ്പ്ര. ആ ട്രക്കിങ് ആ സൈഡിലാണല്ലേ?
ഓക്കെ, ഇവിടെ നിന്ന് ചേമ്പ്ര സർക്യൂട്ട് വിൽസ്, അതുപോലെ തന്നെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ മേലെ കയറി നിൽക്കാം, കാട്ടിത്തരാം. ഇത് എൻ്റെ മോനെ കാലത്തന്നെ എണീറ്റിട്ട് ഒരു അടിപൊളി ഇത്. അവിടെ സൺറൈസ്, എൻ്റെ പൊന്നി വേറെ എന്ത് വേണം ഗൈസ്. ഫുള്ള് മലനിരകൾ. ഓഫ് മോനെ പൊളി വൈബ്. ഇനി ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് സാധനം നോക്കട്ടെ കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് ബും ബും പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നു കേട്ടോ. ക്രിസും അതുപോലെ തന്നെ ആളും ക്രിസിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ അവിടുന്ന് ആ മലയുടെ മേലെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സീൻ. Come on, man! Full sun! Yes! Yeah! വീണതാ, ഒരു ബൈക്ക് വരണ ഒഴിക്കാണ്ടില്ല, 400 വീണതാ. How was it? I almost crashed into a bush. Oh. But that was good fun. ആള് ക്രാഷ് ചെയ്യാൻ പോയി. പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാ ദിവസവും ഇതന്നെ പരിപാടി. സെറ്റാണ്. എൻ്റെ ഒക്കെ ഡ്രീം ജോബാണ് ഇപ്പോൾ ആള് ചെയ്തുകൊണ്ടിരിക്കണത്. എൻ്റെ സ്വപ്ന ജോലി. ഗൈസ്, ഞങ്ങൾ അവിടെ ഒരു ജമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് നിങ്ങൾ കണ്ടില്ലേ, ഒരു ചെറിയൊരു ജമ്പ്. അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് കയറി നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കോട പറഞ്ഞിട്ട് നോക്കി, കോട പറഞ്ഞിട്ട് സീൻ ഫുള്ള് ഇതാണ് കേട്ടോ. കോട പറഞ്ഞിട്ട് എവിടെയാണ് ജമ്പ്? അഖിൽ ബ്രോ, ഇതിവിടെ ഷോർട്ട് കട്ട് ഉണ്ടോ? ഇതിവിടെ കയറാൻ പറ്റുമോ? ഇല്ല. ആ ഓക്കെ മനസ്സിലായി. പല ട്രാക്കുകളുണ്ട് കേട്ടോ. സെറ്റ് ഗൈസ്, ഇത് മാരക. വൺസ് ഇൻ എ ലൈഫ് ടൈം ട്രൈ ചെയ്ത് നോക്കി. സോ ഗൈസ്, ഈ ഒരു ജമ്പിനെ കുറിച്ചാണ് കേട്ടോ അവൻ പറഞ്ഞത്. അവിടെ നിന്ന് കുറച്ച് സ്പീഡിൽ വന്നിട്ട്. സോ നമുക്ക് ബൈക്ക് ഇവിടെ വെക്കാം. എടാ ഫസ്റ്റ് നീ ട്രൈ ചെയ്തോ, എനിക്ക് ജമ്പ് വലിയ ഇതില്ല. ആ പോരെ. സോ ഞാനും ആൻറ്റോയും ചെറിയൊരു ജമ്പ് എടുക്കാൻ പോവാണ്. ആദ്യം നീ എനിക്ക് പേരുടെ ജമ്പ് എനിക്ക് അധികം ഇതില്ല. നീ ചെയ്ത പോലെ എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അവരുണ്ട് കമ്പ്. ആണോ? ഓക്കെ, ഡ്രോപ്പ് ചെയ്യാൻ. പോ. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ഇന്നത്തെ സെഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ്. വേണമെങ്കിൽ നിങ്ങൾ സ്കൂൾ പൂട്ടാണ്, സ്കൂളിൻ്റെ വെക്കേഷൻ്റെ സമയത്ത് വീണ്ടും പറയുന്നു, വൺസ് ഇൻ എ ലൈഫ് ടൈം മൗണ്ടൻ ബൈക്കിംഗ്. ഞാൻ ഇഷ്ടപ്പെടുന്ന അതേ കാറ്റഗറിയിലാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റുമെങ്കിൽ ഇവിടെ വന്ന് ഒന്ന് റൈഡ് ചെയ്ത് നോക്കണത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ റെഫറൽ കോഡ് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ട്രാക്കിലേക്കൊക്കെ കൊണ്ടുപോകുന്നു. സോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ മൺസൂൺ സീസണിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫുള്ള് ഡ്രൈ ആയി, സ്മൂത്തായിട്ട് റൈഡ് ചെയ്യുക. ജമ്പും അടിപൊളി ജമ്പായി. നിന്നെക്കാട്ടും വലുത് ഞാൻ ചാടി. യെസ് അത് പോയി തെറിക്കേണ്ടതായിരുന്നു കേട്ടോ. ഫ്രണ്ടിലത്തെ ഹാൻഡിൽ ബാർ കുറച്ച് ഷെയ്ക്കായി. അതെ, മറ്റേ ക്രിസ് സായിപ്പിന്റെ വീഡിയോ ഉണ്ട് കേട്ടോ. കയ്യിൽ നിന്ന് കുറച്ച് പോയി, എന്നാലും അത് ടേക്ക് കെയർ ചെയ്തു. അവസാനത്തെ ജമ്പ് ആയാനെ. എങ്ങനെയായിരുന്നു മൊത്തത്തിൽ ഇത്? ഡേ ഫസ്റ്റ് ആണോ ഡേ സെക്കൻഡ് ആണോ കുറച്ചുകൂടി ബെറ്റർ? ഐ തിങ്ക് എന്താ ഡേ സെക്കൻഡില് നമ്മൾ കുറച്ചും കൂടെ ജമ്പും കാളൊക്കെ ജമ്പ് ഇത് പക്ഷേ ലെങ്തി ആയിരുന്നു, ലോങ് ആയിരുന്നു. അത് 4-5 കിലോമീറ്റർ ഉണ്ട് ആ ട്രാക്ക്. അത് മെയിൻറ്റൈൻഡ് അല്ല, പക്ഷെ അതും
അടിപൊളി എക്സ്പ്ലോർ ചെയ്യാൻ. ഇത് ജമ്പും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കേട്ടോ, ജമ്പും കാര്യങ്ങളും അല്ലെങ്കിൽ പയ്യെ ഇറക്കി വരുന്നതാണ് ബെറ്റർ. സോ ഏതാ ഒന്ന് സ്കൂപ്പ് ചെയ്ത് ഒരു വട്ടം പ്രോപ്പർ ബണ്ണി ഹോപ്പിൽ ഫ്രണ്ട് ഹോപ്പ് ചെയ്ത് ബാക്ക് ഹോപ്പ് ചെയ്ത് അങ്ങനെ പോയി. രണ്ടാമത്തെ വട്ടം ബും എന്നിട്ടൊരു പോക്കാൻ പോയി. അത് നല്ല ഹൈറ്റിൽ പോയി, ഹാൻഡിൽ ബാർ ഒന്ന് ഷിവറായിട്ടാണ്. സോ പറഞ്ഞ് നീട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ കിടിലൻ വീഡിയോസ് അല്ലേ. അടുത്ത വീഡിയോയിൽ വരൂ അടുത്ത ട്രിപ്പിന്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്, അടുത്ത വീഡിയോ ബൈ.